പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത് പോട്ടർ വ്ലോഗ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓണമൊക്കെ വരികയല്ലേ. അപ്പം ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള എല്ലാ പേരും ഓണാഘോഷമൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് 1-2 അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറുകളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഓണ സാധനങ്ങൾ മേടിക്കാൻ തന്നെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ജീപ്പിലൂടെ 13.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ കോട്ടൂരെന്ന് പറയുന്ന ടൗണിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് വരാനും അത്രത്തോളം ദൂരമുണ്ട്. അപ്പം ഇന്ന് ഓണച്ചന്തയാണ്. അപ്പോൾ ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഊരിലുള്ള ആൾക്കാരെല്ലാം ഇന്ന് നമ്മുടെ കോട്ടൂർ ടൗണിലേക്ക് ഇറങ്ങും. അപ്പം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും സാധനങ്ങൾ മേടിക്കാറ്. അപ്പോൾ മേടിച്ചിട്ട് തിരിച്ച് ജീപ്പുകളൊക്കെ വിളിച്ചിട്ടാണ് നമ്മുടെ കോട്ടൂരിൽ നിന്നും വീട്ടിലേക്ക് എത്താറ്. അപ്പം ഇന്നത്തെ കാഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകളെന്ന് പറയുന്നത്, ഞങ്ങൾ കോട്ടൂർ വരെ എത്തുന്നതും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട് വരെയൊക്കെ എത്തുന്നതിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പം എന്തായാലും ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്നിട്ടും കോട്ടൂർ വരെ എത്തുന്ന കാഴ്ചകളാണ്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം കാൽനടയായിട്ട് യാത്ര ചെയ്താൽ മാത്രമേ ഈ ഓട്ടോ വരുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണ് സ്കൂൾ വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോട്ടൂർ വരെ പോകുന്നത് നമ്മുടെ സ്കൂൾ ജീപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂൾ ജീപ്പിൻ്റെ മണ്ടയിൽ ലോഡൊക്കെ എടുത്ത് കയറി. ഞാൻ ഏറ്റവും ടോപ്പിൽ ആണ് കേട്ടോ ഇരിക്കുന്നത്. ലോഡൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് പൊത്തോടെന്ന് പറയുന്ന എൻ്റെ ഊരിൽ തന്നെയാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 13.5 കിലോമീറ്റർ ഉണ്ട് എനിക്ക് ടൗണിലേക്ക് എത്തിപ്പെടാനായിട്ട്. അങ്ങനെ പൊത്തോടിലൂടെ നമ്മുടെ ആ ഒരു സ്കൂൾ ജീപ്പ് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം റോഡെല്ലാം വളരെ മോശമാണ്. എന്നാൽ ചിലയിടത്തൊക്കെ അത്യാവശ്യം ഗട്ടറൊക്കെ ഒഴിവായിട്ടുള്ള ചില ഏരിയകളും ഉണ്ട്. അപ്പം പൊത്തോടുന്ന് ശകലം ഇങ്ങ് മുന്നിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള കാടിനുള്ളിലൂടെയാണ് പോകുന്നത്. ഇതാ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ വണ്ടി വളരെ സ്ലോയിലാണ് പോകുന്നത്. ഞാൻ ഈ വീഡിയോ സ്പീഡൊന്നും കുറച്ചിട്ടില്ല, കണ്ട. ഇവിടെയെല്ലാം അത്യാവശ്യം ഗട്ടറൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, അത് കാൽനടയായിട്ടും നമ്മൾ ഏത് വണ്ടിയിലാണെങ്കിലും നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരു ഊരായിട്ടുള്ള പട്ടാണിപ്പാറ എന്ന് പറയുന്ന ഒരു ഊരിലെത്താം. അപ്പോൾ ഈ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ചിലന്തിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു കാവായിരുന്നു, ഇപ്പോൾ ഇത് കൃഷിയിടമൊക്കെ ആയിട്ട് മാറി. അപ്പം ഈ ഒരു 2 സൈഡിലുമുള്ളത് നമ്മുടെ ഊര് നിവാസികളുടെ കൃഷിയിടങ്ങളാണ്. അപ്പം അതിന് സൈഡിലൂടെയാണ് ഈ ഒരു റോഡ് കിടക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ അടുത്ത് പട്ടാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു ഊരായി കേട്ടോ. എല്ലാവരും ഓണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയിട്ട് 1-2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം ചിലവിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷേ കോട്ടൂരിലെ എല്ലാ ഊരുകളിലുള്ള ആദിവാസി വിഭാഗക്കാരുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഒരു ഓണം വയ്ക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ്. ടൗണിലേക്ക് ഇറങ്ങുകയും സാധനം മേടിച്ച് തിരിച്ചെത്തുകയും വൈകുന്നേരം ആയാൽ പോലും പല ഊരുകളിലെ ഊര് നിവാസികളും വീട്ടിലേക്ക് എത്തിപ്പെടാത്തൊരവസ്ഥയാണ്. കാരണം ചില ഊരുകളിലേക്ക് വണ്ടി എത്തുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആഹാര സാധനങ്ങളുമൊക്കെ ആയിട്ട് തലചുമടായിട്ട് പോയി അങ്ങനെ ഓണം വയ്ക്കുന്ന ഊരുകൾ ഇന്നും ഈ ഒരു കോട്ടൂർ എന്ന് പറയുന്ന എൻ്റെ ഊരിലുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നത് പട്ടാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. പട്ടാണിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടോ. ഇവിടെയും മഞ്ഞളും അങ്ങനത്തെ കൃഷികളൊക്കെയാണ്. 2 സൈഡിലും ഊരിലെ കൃഷിയിടങ്ങളൊക്കെയാണ്. പൊത്തോടുന്ന് ഏകദേശം മണ്ണാംകോണം എന്ന് പറയുന്ന സ്ഥലം വരെ ഊരുണ്ട്. അപ്പം ഊരിന് തൊട്ടടുത്ത് കൃഷികളും അങ്ങനെ ആൾതാമസമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പൊത്തോട് മുതൽ മണ്ണാംകോണം വരെയുള്ളത്. പൊത്തോട് മുതൽ മണ്ണാംകോണം വരെ നമ്മൾ കോട്ടൂർ പോകുന്ന വഴിയിൽ ആൾതാമസമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 കിലോമീറ്റർ ആൾതാമസമൊന്നുമില്ല. ഇപ്പം നമ്മൾ പോകുന്നത് പട്ടാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടെയാണ് കേട്ടോ. വയനാട് ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഓണപ്പരിപാടികളെല്ലാം മാറ്റിവെച്ചൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം നമ്മുടെ നാട്ടിലും ഓണാഘോഷമൊക്കെ വളരെ കുറവാണ്. പഴയതുപോലെ ഓണത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തമൊക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ക്ലബിലുള്ള ആൾക്കാരൊന്നും പയ്യന്മാരൊന്നും അധികമായിട്ട് അത്തവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം അല്ലാതിരുന്ന ഒരു ദിവസമായിരുന്നെങ്കിൽ, നല്ല ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിലേ കൂടെയെല്ലാം ഒരുപാട് ജീപ്പുകളൊക്കെ പോവുമായിരുന്നു.
അപ്പോൾ നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കൊടിയരപ്പാറ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാറയിലേക്കാണ് കേട്ടോ. ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് കൊടിയരപ്പാറ കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ ഞാൻ കോട്ടൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴോ വീട്ടിൽ നിന്ന് കോട്ടൂരിലേക്ക് വരുമ്പോഴോ നമ്മളെപ്പോഴും കാണുന്നൊരു പാറയാണ് കൊടിയരപ്പാറ. അപ്പോൾ ഈ ഒരു പാറയ്ക്ക് മുകളിലൂടെയാണ് വണ്ടി പോകുന്നത്. ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. വലത്തെ സൈഡിൽ ഈ കിടക്കുന്നതെന്ന് പറയുന്നത് KSEBിയുടെ 11 kV ലൈനാണ് കേട്ടോ. അപ്പം അത് മണ്ണിനടിയിലൂടെയാണ് നമ്മുടെ ഊരുകളിലേക്ക് വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സംഭവമാണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഇല്ല, 100 മീറ്ററിന് അകത്തേ ഉള്ളൂ. അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതെന്ന് പറയുന്നത് മണ്ണാങ്കോണമാണ്. അപ്പം നമ്മുടെ ഊരുകളിലൊക്കെ ഉള്ളൊരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മണ്ണാങ്കോണിനെ പറയാം. ഒരുപാട് ഊരുകളിൽ ഉള്ള ആൾക്കാർ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് മണ്ണാങ്കോണം എന്ന് പറയുന്നത്. മിക്ക ഊരുകളിലെ റോഡുകളും ചെന്നെത്തുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് മണ്ണാങ്കോണമാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്കൊക്കെ നോക്കി നിൽക്കാൻ പറ്റിയൊരു ഇടമാണ് മണ്ണാങ്കോണം എന്ന് പറയുന്നത്. മണ്ണാങ്കോണിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു 11.5 കിലോമീറ്ററിലധികം ഉണ്ട് കോട്ടൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ദാ ഈ കാണുന്ന സ്ഥലമാണ് മണ്ണാങ്കോണം. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇപ്പം നമ്മൾ പോകുന്ന ഒരു വഴി, ഇടത്തെ സൈഡിലൊരു വഴി, വലത്തെ സൈഡിലൊരു വഴി, ഇപ്പോൾ ആ നീല തുണിയിട്ടിരിക്കുന്ന ചേച്ചിയുടെ മുകളിലൂടെ വരുന്ന അതൊരു വഴി, അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അവിടെ നിന്ന് മുന്നിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. അപ്പം മണ്ണാങ്കോണത്ത് നിന്നും മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോമീറ്ററിലധികം, ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, പൊടിയം എന്ന് പറയുന്ന ഊരിലേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പം ഇതിനിടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾതാമസമൊന്നുമില്ല, ഭയങ്കര ഘോര വനമാണ് കേട്ടോ. അപ്പം ആനത്താരകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് മണ്ണാങ്കോണം മുതൽ പൊടിയം വരെ ഉള്ളത്. പാണുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ആനയുടെ താരകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഒരുപാട് അതിജീവനത്തിലൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഓണം ആഘോഷിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ജീപ്പും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ടാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആൾക്കാരെല്ലാം കോട്ടൂർ ടൗണിൽ കാൽനടയായിട്ടാണ് യാത്ര ചെയ്ത് എത്തുകയും അവിടെ നിന്ന് പല സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊക്കെ പോയിട്ടൊക്കെയാണ് ഓണം ആഘോഷിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല. എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്ന് ജീപ്പ് സർവീസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും മേടിക്കാനൊക്കെ പറ്റും. എന്നിരുന്നാലും ഒരു ദിവസത്തെ മെനക്കെടാണ് കോട്ടൂരിലെത്തുന്നതും അതുപോലെ കോട്ടൂരിൽ നിന്ന് സാധനങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതും അതുപോലെ അത് തലചുമടായിട്ട് ചുമന്ന് വീട്ടിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നും നമുക്ക് അതുപോലുള്ളൊരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. നമ്മൾ കോട്ടൂരിലേക്ക് പോകുമ്പം ആൾതാമസമില്ലാത്ത ഏരിയകളിലൂടെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ആനത്താരകളൊക്കെ കാണുന്നത്. അപ്പം ആനത്താരകളും ആനകളൊക്കെ ഏറ്റവും കൂടുതലും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാണുംപാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഈ ഒരു സ്ഥലമെല്ലാം പാണുംപാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ്. ഇവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പം ഒരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് കെട്ടിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വണ്ടിക്ക് മുകളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഒരു വേങ്ങാപ്പുഴു എന്ന് പറയുന്ന വേങ്ങ മരത്തിലുണ്ടാകുന്ന ഒരു സൈസ് പുഴുവുണ്ട്. അപ്പോൾ അത് നമ്മുടെ ദേഹത്ത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും വളരെ വലിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ജീപ്പിന് മുകളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ സൂക്ഷിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ എന്നുകൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് പാണുംപാറയാണ് കേട്ടോ. കുറച്ച് മുന്നിലെത്തിക്കഴിഞ്ഞാൽ പാണുംപാറയായി. ഇത് കണ്ടോ, ഇതെല്ലാം ഭയങ്കര കാടാണ് കേട്ടോ. ഇതെല്ലാം ഒറ്റ മനുഷ്യനില്ല ഈ ഒരു സ്ഥലത്തൊന്നും. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ചെറുതായിട്ട് പേടിയുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യാത്ര ചെയ്ത് എൻ്റെ ആ ഒരു പേടിയൊക്കെ മാറി. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കേട്ടോ ജീപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ദാ ഈ കാണുന്ന സ്ഥലമാണ് പാണുംപാറ കേട്ടോ. പാണുംപാറയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം ഉള്ള ഒരു വലിയൊരു കയറ്റമുണ്ട് കേട്ടോ. അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളൊരു കയറ്റമാണ്. അതുപോലെ പാണുംപാറയ്ക്ക് താഴെയും മുകളിലുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഗട്ടർ പിടിച്ച് കിടക്കുകയാണ്. ഒരു പയ്യൻ മുമ്പിൽ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അവൻ തന്നെ വളരെ റിസ്ക് എടുത്താണ് പോകുന്നത്. കണ്ടത് ഈ ഒരു ഭാഗമൊക്കെ കണ്ട. നമ്മളിപ്പോൾ ഈ ഒരു കുഞ്ഞ് ക്യാമറയിൽ കാണുമ്പോഴാണ് നമുക്ക് വിചാരിക്കും ഇതെല്ലാം കിടിലമായി കിടക്കുകയാണെന്ന്. പക്ഷേ ഇവിടെയൊക്കെ വൻ ഗട്ടറാണ്. ഇതാണ് പാണുംപാറ തേരി എന്ന് പറയുന്നത്. ആ ഒരു തേരിയിലൂടെ നമ്മുടെ ജീപ്പ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മുകളിൽ കയറുമ്പോഴാണ് ഭയങ്കര കട്ടറൊക്കെ ആയി കിടക്കുന്ന ഒരു ഏരിയ ഉള്ളത് കേട്ടോ. അപ്പം അപകടം നിറഞ്ഞ ഒരുപാട് ഏരിയകളും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഒരുപാട് ലോഡൊക്കെ വെച്ച് ഇതുവഴിയൊക്കെ വണ്ടി കയറുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതാ കണ്ട.
അപ്പം എല്ലാ ജനങ്ങളെയും നാട്ടിലേക്ക് എത്തിക്കണം. അപ്പം മാക്സിമം ഉള്ള ആൾക്കാരെയൊക്കെ ഓരോ ജീപ്പുകാരും ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം കണ്ട ഇവിടെയൊക്കെ അത്യാവശ്യം ഭയങ്കര ഡേഞ്ചറായി കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് മഴ പെയ്ത് ഈ കോൺക്രീറ്റിലെ ഒലിച്ചു പോകും. കാരണം എന്ന് പറയുമ്പോൾ കോൺക്രീറ്റൊക്കെ വളരെ കുറച്ച് സിമൻറ്റൊക്കെ ഇട്ടാണ് ഇവിടെ ചെയ്യാറ്. കോൺട്രാക്ടർമാർ അവരുടെ തോന്നിയ അവസ്ഥത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഓരോ ജനങ്ങൾക്കുമാണ്. ഇടത്തെ സൈഡിൽ കണ്ട ഇത് ഒരു കുഞ്ഞു മാടം പോലെ കെട്ടിയതാണ്. അതായത് തീ വരുന്ന സമയത്ത്, അതായത് മാർച്ച് മാസങ്ങളിലൊക്കെയാണ് കാട്ടുതീ ഉണ്ടാകാറ്. അപ്പം അത് കത്താതിരിക്കാൻ വേണ്ടി, അത് കെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഊരിൽ നിന്ന് ഇങ്ങനെ ആദിവാസി വിഭാഗക്കാരെ നമ്മുടെ ആൾക്കാരെ ഫയർ വാച്ചർമാരായിട്ട് എടുക്കാറുണ്ട്, തീ അഴിച്ച് കെടുത്താനായിട്ട്. അപ്പം അങ്ങനെ അവർ തീ നോക്കിയിരിക്കുന്ന ഒരു വാച്ച് ടവർ പോലത്തെ ഒരു കുഞ്ഞ് സംഭവമാണ് കേട്ടോ. അതൊക്കെ നമ്മളിവിടെയുള്ളവർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഗട്ടറും കൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മണ്ണാങ്കോണത്ത് നിന്നും പൊടിയം വരെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാലാണ് പൊടിയം എത്തുന്നത്. അപ്പം പൊടിയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഗട്ടറും കൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നിലെത്തി കഴിഞ്ഞാൽ പൊടിയം എന്ന് പറയുന്ന ഊരിലെ ആൾക്കാരുടെ വീടുകളും അതുപോലെ അവരുടെ പറമ്പുകളും അതുപോലെ അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ ആയി. അപ്പം പതിയാണ് ഈ ഒരു വണ്ടി പോകുന്നത്. കാരണം കുഞ്ഞുങ്ങളാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പം കുട്ടികൾക്ക് അപകടം പറ്റാതെയൊക്കെ നോക്കി വണ്ടി ഓട്ടിക്കേണ്ടത് ഓരോ ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഓരോ ഡ്രൈവറും ഈ ഒരു വഴിയിലൂടെയൊക്കെ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നത്. അപ്പം കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന ജീപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊന്നും കോട്ടൂരിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വേറൊരു മാർഗ്ഗവുമില്ല. അതുപോലെ ഒരാളൊരു ജീപ്പ് വിളിച്ച് വരുവാണെങ്കിൽ തന്നെ 1500-ലധികം രൂപ ജീപ്പിന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ വണ്ടിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കോട്ടൂരിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടിയിലുള്ളത് ഞാനും അമ്മയും അച്ഛനുമാണ് വീട്ടിൽ നിന്നുള്ളത്. പിന്നെ നമ്മുടെ ഊരിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ മുകളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. പൊടിയം ഊരെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് തുമ്പിത്തേരി മട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം റോഡൊക്കെ കോൺക്രീറ്റ് ഉണ്ട്. ഇത് ഒരുപാട് അപകടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിപ്പം കോൺക്രീറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്കായിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം വളരെ സുഖമായിട്ട് തന്നെ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിലെ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി. അപ്പം കോട്ടൂർ മുതൽ വളരെ ഉള്ളിൽ കിടക്കുന്ന ഊരുകൾ വരെയൊന്നും ഈ ഒരു കോൺക്രീറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ കുഞ്ഞു സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 മീറ്ററോളം മാത്രമേ ഇവിടെ കോൺക്രീറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോൺക്രീറ്റ് തീരെയാണ്, പിന്നെയും ഗട്ടറാണ്. അപ്പം ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രോഗിയെ കോട്ടൂരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ജീപ്പ് തന്നെ നമ്മുടെയൊക്കെ ഊരിൽ നിന്ന് കോട്ടൂർ വരെ എത്താൻ തന്നെ എങ്ങനെ പോയാലും ഒരു മണിക്കൂറോളം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആശുപത്രി കേസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇതെല്ലാം പൊടിയം എന്ന് പറയുന്ന ട്രൈബൽ ഊരാണ്. അപ്പം ഇതിന് തൊട്ടടുത്തായിട്ട് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വലത്തെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് പൈസ കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ വയ്ക്കുന്ന ഓരോ വീടുകളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊടിയം ഊരിലെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. 2 സൈഡിലുള്ളത് അവരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൊന്നും റോഡിന് സൈഡിലായിട്ട് അധികം വീടുകളൊന്നുമില്ല, എല്ലാം ഉള്ളിലേക്കാണ് വീടുകൾ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അധികം വീടുകളൊന്നും ഇല്ല എന്ന്. ഇടത്തെ സൈഡിലെ ടാർപ്പായൊക്കെ കെട്ടിയത് കണ്ട, അതെല്ലാം വീടുകളാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കണ്ട, ഇതാണ് പൊടിയം എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസ് കെട്ടിടമാണ്. പണ്ട് തുല്യതയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പോഴും അത് പ്രവർത്തനമാണ്. ഇടയ്ക്കൊക്കെ സർക്കാരിൻ്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ അവിടെയാണ് നടത്താറ്. ഈ പിറകിൽ നിന്ന് താഴേക്ക് കണ്ട റോഡ് കമലകം എന്ന് പറയുന്ന ഊരിലേക്ക് ഇറങ്ങുന്ന റോഡാണ്. അപ്പം നമ്മൾ പൊടിയം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വീടൊക്കെ റോഡിന് സൈഡിൽ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ട, ഇത് കമലകം ഊരിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. അപ്പം ഈ ഒരു തേരി കയറി അങ്ങ് കുറച്ച് മുകളിൽ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ താഴെ കമലകം, അതായത് കമലകമാണ് നമ്മുടെ ഈ ഒരു വനത്തിലുള്ള ഏറ്റവും വലിയ ട്രൈബൽ ഊരെന്ന് പറയുന്നത് കമലകമാണ്. ഒരുപാട് വീടുകളും അതുപോലെ ഒരുപാട് ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ് കമലകം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നും കോട്ടൂരേക്ക് പോകാനായിട്ട് ഏകദേശം 3 വഴികളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴിയായിട്ട്, നിലവിൽ യാത്ര ചെയ്യുന്നത് ഈ ഒരു വഴിയാണ്. അപ്പോൾ ഈ കാണുന്നതിന് മുകളിൽ ഈ ഒരു സ്ഥലം കണ്ട അവിടെ കൂടെ മുകളിലോട്ടൊരു വഴി കിടക്കുന്നതുണ്ട്. അതിലേ കൂടെ പോയാലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പം ഈ ഒരു സ്ഥലത്തൂടെ പോയാൽ ഈ ഒരു പൊടിയം എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ ആൾ താമസം കഴിഞ്ഞാൽ പിന്നെ ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് അതിലെ മുകളിലത്തെ വഴിയിലൂടെ പോകാനായിട്ട്. അപ്പോൾ അതിലെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വഴിയിലൊക്കെ ഭയങ്കര മൃഗശല്യമാണ്. ഇപ്പം താഴത്തെ വഴിയിലൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ആൾ താമസം ഇല്ലാത്തൊരു ഏരിയ ഉള്ളൂ കേട്ടോ.
പിന്നെ താഴെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡെല്ലാം വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് കമലകം എന്ന് പറയുന്ന ഊര് തീരുന്ന ഒരു ഇടമാണ് മുതുമറ എന്ന് പറയുന്ന ആറ്, നമ്മുടെ കാർലക്കോട് എന്ന് പറയുന്ന സ്ഥലം എന്ന് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 10 വർഷത്തിലധികമായി ഈ ഒരു സ്ഥലമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന് താഴെയാണ് നമ്മുടെ എറുമ്പിയാട് എന്ന് പറയുന്ന ഊരിലെ വീഡിയോസ് കണ്ടവർക്കറിയാം, അവിടെ കൂടെ ഒരു കുഞ്ഞു തോട് പോകുന്നുണ്ട്. ആ ഒരു തോട് വലിയൊരു ആറായിട്ട് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു സ്ഥലത്തിന് തൊട്ട് താഴെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വളവൊക്കെ ഇറങ്ങി കുറച്ചങ്ങ് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. ആ ഒരു ആൾക്കാരൊക്കെ നടന്നു പോകുന്ന ആ സ്ഥലത്ത് ഒരു കുഞ്ഞു പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ താഴെയാണ് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് മുതുമറയാറെന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു ആറ്, അതായത് ഈ പാലത്തിനടിയിൽ ഒരു അടിപൊളി ഒരു ആറുണ്ട് മുതുമറയാറ്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, കുറച്ച് താഴെ വെച്ചിട്ടാണ് നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മുതുമറയാറിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അടുത്ത് കാർലക്കോട് ചെക്ക് പോസ്റ്റ് എത്തും. അപ്പോൾ നമ്മൾ കോട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റും, അതുപോലെ വീട്ടിൽ നിന്ന് കോട്ടൂരേക്ക് പോകുമ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് കാർലക്കോട് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ അങ്ങനെ ആരും കാണാറില്ല കേട്ടോ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വനം വകുപ്പിലെ ജീവനക്കാർ ജോലി നോക്കാറുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ അകത്തോട്ട് കയറി വരുമ്പോൾ അവിടെ എല്ലാവരുടെ വണ്ടി നമ്പരും എന്താവശ്യത്തിനാണ് പോകുന്നത് എന്നെല്ലാം എഴുതി വെച്ച് അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് വിടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിനകത്തൂടെ പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം പരിചയം ആയതുകൊണ്ട് നമ്മളതുമല്ല, നമ്മൾ പ്രദേശവാസികളാണ്, നമുക്ക് വനത്തിനകത്ത് നിന്ന് ജീവിക്കേണ്ട അവകാശം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ പേരും കാര്യങ്ങളൊന്നും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റിലും അതുപോലെ കോട്ടൂർ ചെക്ക് പോസ്റ്റിലും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മുതുമറ 6 മുതൽ നമ്മുടെ ഈ ഒരു കാർലക്കോട് ചെക്ക് പോസ്റ്റ് വരെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഭാഗം, അതായത് കാർലക്കോട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പഴുന്തി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വരെയാണ് ഭയങ്കര കട്ടറെന്ന് വെച്ചാൽ ഭയങ്കര കട്ടറാണ്. അതായത് ഇവിടെ എല്ലാം ഭയങ്കര ചെളിയാണ്, അതായത് ഈ ചുമന്ന് കാണുന്നതൊക്കെ. അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് വണ്ടിയൊക്കെ വളരെ കഷ്ടിച്ച് പോകാൻ പറ്റുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയിലൂടെ കോട്ടൂരേക്ക് എത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പൈന്തി എന്ന് പറയുന്നത്. ഇതാ കാർലക്കോട് ചെക്ക് പോസ്റ്റിൽ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇത് അതിരുമലയാണ് ഇതിൻ്റെ സെക്ഷൻ ഓഫീസ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അതിരുമല സെക്ഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അനധികൃതമായിട്ട് വനത്തിൽ കയറുന്നത് ഇങ്ങനെ ശിക്ഷാർഹമാണെന്ന്. അത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അഗസ്ത്യാർകൂടത്തിനെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട്, അഗസ്ത്യാർകൂടത്തേക്ക് കയറുന്നത് വൻ ശിക്ഷാർഹമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ തന്നെ ആരും വനത്തിനുള്ളിലേക്ക് പെർമിഷൻ ഇല്ലാതെ വരരുത്. എങ്കിൽ പിന്നെ എൻ്റെ ചാനലിന് യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പെർമിഷൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ ഒരു സ്ഥലത്ത് കണ്ട തൊട്ട് മുന്നിലായിട്ട് ഇതാണ് പൈന്തി എന്ന് പറയുന്ന ഒരു പ്രദേശം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തൊട്ട് താഴെയായിട്ടെല്ലാം വളരെ ഒരുപാട് കൂവ, അതുപോലെ ഈറ, അങ്ങനെയുള്ള ഒരുപാട് കാട്ടുചെടികളുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 2 സൈഡിലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തെല്ലാം നമ്മുടെ കാട്ടാനകൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കാറ്. ഈ ഒരു സ്ഥലത്ത് പൈന്തിയാണ് കേട്ടോ. അത് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ആരും വന്ന് നിൽക്കാറില്ല. കാർലക്കോട് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഊരായി കേട്ടോ വാലിപ്പാറ, അതുപോലെ ചോനാമ്പാറ, അങ്ങനെയുള്ള ഊരുകളൊക്കെ ആയി കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ വാലിപ്പാറ എന്ന് പറയുന്ന ഊരിലൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ഊര് വരെയാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബസ് സർവീസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാലിപ്പാറ എന്ന് പറയുന്ന ഊരിലെത്താം. അപ്പോൾ അവിടെ നേരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബസ്സിലേക്ക് കോട്ടൂർ പോവുകയും തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റും കേട്ടോ. വാലിപ്പാറ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് അടിപൊളി കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഒരുപാട് വർഷം മുമ്പ് ചെയ്തതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്നും ഞാൻ കണ്ടതിൽ ഇവിടെ ഒരുപാട് കോൺക്രീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കോൺക്രീറ്റാണ് ഒരുപാട് വർഷം ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമാണ്. പണ്ട് ഇതിലേ കൂടെ വണ്ടിയൊന്നും പോകത്തില്ലായിരുന്നു, ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. കല്ലും ഗട്ടറൊക്കെ ഇടിച്ചിടിച്ചാണ് ഈ ഒരു സ്ഥലത്തെല്ലാം വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ നാടൊക്കെ അത്യാവശ്യം ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കോട്ടൂർ വരെ എത്തിപ്പെടാനും ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്താനുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്
ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ആഹാരം ഇല്ലെങ്കിലും നമുക്ക് കോട്ടൂർ വന്ന് നമുക്ക് ആഹാര സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പക്ഷേ ആഹാര സാധനങ്ങൾ മേടിക്കണമെങ്കിൽ തന്നെ ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പയറോ പച്ചക്കറിയോ നമുക്ക് ഓണം വയ്ക്കേണ്ട അല്ലെങ്കിൽ ഒരു കല്യാണം വയ്ക്കേണ്ട സാധനങ്ങൾ തന്നെ മേടിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജീപ്പ് സർവീസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ കിലോമീറ്ററോളം കാൽനടയായിട്ട് നടന്നു വേണം അരിയായാലും പച്ചക്കറി ആയാലും ഒരു മിഠായി പോലും മേടിക്കണമെങ്കിൽ 10ഉം 14ഉം അതുപോലെ 18 കിലോമീറ്ററോളം ജീപ്പിലൂടെയും അതുപോലെ കാൽനടയായിട്ടും യാത്ര ചെയ്തിട്ട് മാത്രമേ കോട്ടൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വാലിപ്പാറ എത്തി. വാലിപ്പാറ താഴത്തെ റോഡിലൂടെയല്ല പോകുന്നത്. താഴത്തെ റോഡിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കേബിൾ മണ്ണിനടിയിലൂടെ കുഴിച്ച് ഇടുന്ന ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് ബ്ലോക്കാണ്. അപ്പം അതിന് മുകളിലൂടെ കാടിനുള്ളിലൂടെ പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ബസ്സൊക്കെ പഞ്ചറായി തേരിയിലൊന്നും കയറാതിരുന്നെന്നാണ് പറയുന്നത്. കാരണം നാളെ ഓണായതുകൊണ്ട് തന്നെ ഒരുപാട് ഊരിലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ KSRTC ബസ് സർവീസ് ഉണ്ട് കേട്ടോ വാലിപ്പാറ. അപ്പോൾ അവിടെ നിന്ന് കയറി ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു തേരിയിലൊന്നും വലിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ബസ്സെല്ലാം പിന്നെ നമ്മുടെ ഊരിലുള്ളവർ തന്നെയാണ് ബസ്സിനെയൊക്കെ തള്ളിക്കയറ്റി വിടാറ്. പണ്ട് ഒരുപാട് പേര് വാലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ബസ് കയറിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ വനത്തിലൊന്നും ജീപ്പിൻ്റെ അധികം സർവീസുകളും കാര്യങ്ങളൊന്നും ഇല്ല. അതും വേറൊരു വഴിയായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു കുത്തുകയറ്റമോ കയറി പോകുന്നൊരു വഴിയിലൂടെയായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. അന്ന് കാർലക്കോട് പാലമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പാലമൊക്കെ വന്നപ്പോഴാണ് ഒരുപാട് വണ്ടികളെല്ലാം പെട്ടെന്ന് യാത്ര ചെയ്ത് കോട്ടൂരിലേക്ക് എത്താനും അതുപോലെ കോട്ടൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താനുമായിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ആയത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഈ ഒരു കാടിനുള്ളിലൂടെ കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കോട്ടൂരിൽ നിന്ന് ചോനാമ്പാറ പോകുന്ന റോഡായി. പിന്നെ നമ്മുടെ PWDയുടെ റോഡുണ്ട്. അപ്പം കോട്ടൂരിൽ നിന്ന് ചോനാമ്പാറ മാത്രമാണ് മനോഹരമായിട്ടുള്ള റോഡ് സർവീസും അത്യാവശ്യം വികസനമൊക്കെ ഉള്ളത് കോട്ടൂരിൽ നിന്ന് ചോനാമ്പാറ വരെയാണ്. പിന്നെ വാലിപ്പാറ വരെയും. അത് കഴിഞ്ഞ് വാലിപ്പാറ വരെ ബസ് സർവീസ് ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ജീപ്പ് സർവീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോനാമ്പാറ വാലിപ്പാറ അതുപോലെയുള്ള ഊരുകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു റോഡിലൂടെയാണ്. കുറച്ച് മുന്നിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ചോനാമ്പാറ എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു റോഡിലേക്കായി കണ്ട ഈ ഒരു മൺ റോഡും കൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നിൽ കഴിഞ്ഞ് നിന്നാൽ നമുക്ക് ആ ഒരു റോഡിലെത്താൻ പറ്റും. പിന്നെ ടാറിങ്ങാണ്. പിന്നെ നമുക്ക് ഇത്ര റിസ്ക് ഒന്നുമില്ല പോകാനായിട്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് കോട്ടൂരിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. കണ്ടോ നമ്മളങ്ങനെ റോഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇടത്തെ സൈഡിലൂടെ കിടക്കുന്ന റോഡ് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചോനാമ്പാറയായി. മുന്നിലേക്ക് കിടക്കുന്ന ഈ ഒരു ടാറിട്ട റോഡിലൂടെ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കോട്ടൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായി കാണും എൻ്റെ നാട്ടിൽ നിന്നും കോട്ടൂർ വരെ എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന്. ഒരു ഓണം വയ്ക്കാൻ തന്നെ ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഊരിൽ നിന്നും നമ്മുടെ കോട്ടൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തുന്നതെന്നല്ലേ. കാണുന്ന കാഴ്ചകളൊക്കെ ചിലപ്പം മനോഹരമായിരിക്കും. പക്ഷേ ഈ ഒരു ഊരുകളിലേക്കുള്ള ജനങ്ങളുടെ അവസ്ഥയെന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വണ്ടിക്കൂലിയാണ്. ഒരു ജീപ്പ് പല ഊരുകളിലേക്കും എത്തണമെങ്കിൽ 1000, 1500, 2000 രൂപ വരെ കൊടുക്കണം പാറ്റാമ്പാറ എന്ന് പറയുന്ന ഊരിലേക്ക് എത്തിപ്പെടാനായിട്ട്. ജീപ്പ് സർവീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോനാമ്പാറ വാലിപ്പാറ ഊരിലുള്ളവർക്കൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം വണ്ടിയുണ്ട്. അതായത് ബസ് സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്കൂലിയിൽ നിന്നൊക്കെ കുറച്ച് പൈസ ലാഭം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കോട്ടൂരിൽ നിന്ന് അതുവരെ നമ്മളൊരു ജീപ്പിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയൊക്കെയാണ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ടാറിട്ട റോഡ് ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കോട്ടൂർ എന്ന് പറയുന്ന ടൗണിലെത്തും കേട്ടോ. അതായത് എല്ലാം കാടാണ്. വാലിപ്പാറയിൽ നിന്ന് കോട്ടൂർ എന്ന് പറയുന്ന ടൗൺ വരെ ഒറ്റ മനുഷ്യനില്ല, ആൾതാമസമില്ല. പണ്ട് ഏകദേശം ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്തെല്ലാം ആർമിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ദിരാഗാന്ധി മരിച്ച ആ ഒരു സമയത്താണ് അവരെല്ലാം ഇവിടെ നിന്ന് വാരിക്കെട്ടി അവരുടെ ക്യാമ്പുകളിലേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയെന്നൊക്കെയാണ് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു കോട്ടൂരേക്ക് പോകുന്ന ഈ ഒരു റോഡിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഒരു കുമ്പിൾമൂടെന്ന് പറയുന്ന കുമ്പിൾമൂട് ആറെന്ന് പറയുന്ന ഒരു ആറാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ ഈ ഒരു സ്ഥലത്തെല്ലാം റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്.
KCBയുടെ കേബിളിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. ചെളിയൊക്കെ ചെളിയൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി റെഡിയായി വരാൻ ഏകദേശം 1 വർഷമെങ്കിലും ആവും. മഴ പെയ്ത് ഈ ചെളിയെല്ലാം ഒലിച്ചു പോകാം. അങ്ങനെ നമ്മൾ കോട്ടൂരെന്ന് പറയുന്ന നമ്മുടെ ഒരു മലയോര ടൗണായ ഞങ്ങളുടെയൊക്കെ സ്വന്തം ടൗൺ എന്ന് പറയുന്നത് കോട്ടൂരാണ് കേട്ടോ. കോട്ടൂരിലാണ് നമ്മൾ എന്ത് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമുക്ക് ഇത്രത്തോളം ദൂരം യാത്ര ചെയ്ത് കോട്ടൂരിലെത്തണം. അതും ആനയെയും ഒരുപാട് മൃഗങ്ങളെയൊക്കെ പേടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി എത്താനായിട്ട്. അപ്പം ഇന്ന് കോട്ടൂരിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും. ഇന്ന് വരുന്ന വഴിയിൽ ജീപ്പൊന്നും കണ്ടില്ല, പക്ഷേ ഞങ്ങളെ ജീപ്പ് നേരത്തെയാണ് വന്നത്. അപ്പം കോട്ടൂർ ടൗണിലെത്തുമ്പം ഒരുപാട് ജീപ്പുകളൊക്കെ കാണും. നാളെ ഓണം ആയതുകൊണ്ട് തന്നെ ഓണച്ചന്ത എന്ന് പറയുന്നത് ഈ ഒരു വെള്ളിയാഴ്ചയാണ്, 13-ാം തീയതിയാണ് ഓണച്ചന്ത. അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം ജീപ്പ് സർവീസുകളും അതുപോലെ ആമല, ആയിരങ്കാല്, പാറ്റാമ്പാറ എന്ന് പറയേണ്ട നമ്മുടെ കോട്ടൂർ വനത്തിലെ മിക്ക ഊരുകളിലുള്ള ആദിവാസി വിഭാഗക്കാരും ഇന്ന് കോട്ടൂർ ടൗണിലെത്തും. നാളെ ഓണം വയ്ക്കണം. അപ്പോൾ അത് എന്തൊക്കെ സാഹചര്യം വന്നാലും നമ്മുടെയൊക്കെ വീടുകളിൽ എന്തൊക്കെ മോശപ്പെട്ട സാഹചര്യം വന്നാലും മിക്ക ഊരുകളിലെ വീടുകളിലും ഓണത്തിന് സദ്യ ഉണ്ടാവും. ആര് ചെന്നാലും എല്ലാവർക്കും സദ്യ കാണും. അങ്ങനെ ആരും ഓണത്തിന് പേടിച്ചൊന്നും ഇരിക്കേണ്ട. കോട്ടൂരിൽ ഏത് വീട്ടിൽ ചെന്നാലും ഓണത്തിന് ആഹാരം കാണും. അത് കോട്ടൂരിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഓണമാകുമ്പോൾ എല്ലാവരും ഒരുപാട് മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എമൗണ്ടൊക്കെ വച്ചിട്ടാണ് കോട്ടൂരിലെ മിക്ക ആൾക്കാരും ഓണമൊക്കെ ആഘോഷിക്കുന്നത്. കസ്തൂരി മഞ്ഞൾ, റബ്ബർ ഷീറ്റുകൾ, പിന്നെ കാട്ടുതേന്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്ത് ടൗണിലേക്ക് കൊണ്ടുകൊടുക്കും. ടൗണിലേക്ക് കടകളിൽ കൊണ്ടുകൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ആഹാര സാധനങ്ങൾ മേടിക്കുന്നത്, ഓണം വയ്ക്കാനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കേട്ടോ കോട്ടൂരിൽ നമ്മുടെ ആദിവാസി വിഭാഗക്കാർ അങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്യാറ്. പിന്നെ ഇപ്പോഴധികം വനത്തിലെ വിഭവങ്ങളൊന്നും ഇല്ല. പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും അധികം വനത്തിനുള്ളിലേക്ക് കയറുന്നില്ല. പിന്നെ അതുമല്ല, വന നിയമങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടുതേൻ എടുക്കുന്നതായാലും എല്ലാ കാര്യത്തിനായാലും ഒരുപാട് പരിധിയുണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കോട്ടൂർ ടൗണിലേക്ക് എത്തി. അപ്പം കോട്ടൂർ ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് മനോഹരമായിട്ടുള്ളൊരു മലയോര ഗ്രാമമാണെന്നറിയാമോ കോട്ടൂർ. ഈ ഒരു ടൗണ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കുമ്പിൾമൂട് ആറാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ഒരുപാട് ആൾക്കാർ കാണുന്നത്, അവിടെ കൂടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. അങ്ങ് ഒരു ജീപ്പ് വരുന്നു. ഇതൊക്കെ ആരെയൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടൂരെത്തി. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ കൊണ്ട് വിറ്റിട്ടൊക്കെയാണ് എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കാറ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിനി ഒന്ന് കാണാൻ കേട്ടെ. അങ്ങനെ കോട്ടൂരെത്തുന്നവർ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കടയിലൊക്കെ കൊണ്ടുകൊടുത്ത് അതെല്ലാം വിറ്റ് പെറുക്കിയെടുത്തിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കും. അപ്പം ഞാനും അമ്മയും കൂടെ സപ്ലൈകോ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റോറിൽ പോയിട്ട് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വില കുറച്ച് മേടിച്ചു. അപ്പോൾ അതിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കിക്കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കോട്ടൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ടൗണിലാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വനവാസി വിഭാഗക്കാരും സാധനം മേടിക്കാൻ എത്തുന്നതെന്ന് പറയുന്നത് കോട്ടൂരാണ്. അതായത് വനത്തിനുള്ളിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ടൗണാണ് കോട്ടൂർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബാങ്ക് അക്കൗണ്ടുകളും ബാങ്കുകളും പിന്നെ അതുപോലെ കടകളും ടെക്സ്റ്റൈൽസ് എല്ലാ കടകളും കാര്യങ്ങളൊക്കെ കോട്ടൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചന്തയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. അതുപോലെ വെറ്റില അങ്ങനത്തെ അതിൻ്റെ ചന്തയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് മുറുക്കാൻ അങ്ങനെയൊക്കെ മേടിക്കാം. പിന്നെ ഇത് പച്ചക്കറിയുടെ കടയാണ്. ഇവിടെ അത്യാവശ്യം വിലയ്ക്കൊക്കെ പച്ചക്കറി കിട്ടാറുണ്ട്. ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഭത്തിനൊക്കെ നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു പച്ചക്കറി കടയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും കോട്ടൂർ ടൗണിൽ വന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് എല്ലാ ഊരിലുള്ളവരാണ് ഇങ്ങനെ വന്നിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞവർ ഓട്ടോ പോകുന്ന ഊരുകളിലേക്കുള്ളവർ, ഇതിപ്പോൾ ഈ സ്ഥലം പൊത്തോടാണ്, എൻ്റെ ഊരിലേക്ക് പോകുന്നതാണ് ഈ ഒരു ഓട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 700 രൂപയാണ് ഈ ഒരു ഓട്ടോയ്ക്ക് കൂലി എന്ന് പറയുന്നത്. അപ്പം ഇനി ഞങ്ങൾ യാത്ര ചെയ്ത് തിരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് ജീപ്പിലാണ്. ഇപ്പോൾ ഒരു ജീപ്പ് വരും, അതിന് മുകളിലേക്ക് ഞാൻ ഇങ്ങനെ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുകളിലുണ്ടായ ഒരു ജീപ്പിനെ കണ്ട ഞാനിവിടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് കോട്ടൂർ ടൗണിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട്
ഇതാ എല്ലാവരും വണ്ടി കയറി തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും കണ്ടു കാണും കോട്ടൂർ വരെ എത്താനും അതുപോലെ കോട്ടൂരിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ അത്യാവശ്യം തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഒന്നാം ഓണത്തിനും ആൾക്കാർ തിരുവോണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദിവസവും കൂടെ ആണ് ഒന്നാം ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ഓണത്തിൻ്റെ തലേ ദിവസമാണ് ശരിക്കുമുള്ള ചന്തയെന്ന് പറയുന്നത്. ആ ഒരു ദിവസം നല്ല തിരക്കുകളൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്രാവശ്യം മഴയായിരുന്നു. പിന്നെ അതുമല്ല നമ്മുടെ വയനാട് ദുരന്തമൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലും അധികം ഓണാഘോഷങ്ങളൊന്നും ഇല്ല. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ കോട്ടൂർ ടൗണിലുണ്ടായിരുന്നു. അപ്പം കോട്ടൂർ ടൗണിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് ജീപ്പിൽ തന്നെയാണ് തിരിച്ച് കോട്ടൂർ ടൗണിൽ നിന്നും നമ്മുടെ വീടുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരുന്നതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെ വീട്ടിലേക്ക് ജീപ്പിലേക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടി എനിക്ക് എൻ്റെ വീടിൻ്റെ താഴെ വരെ കൊണ്ടെത്തിക്കണമായിരുന്നു. ഒരു ബൈക്കായിരുന്നു. അപ്പോൾ പിന്നെ ക്യാമറ എടുത്ത് അതിൻ്റെ പിറകെയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഞാൻ സജിത്ത്. ഓണം എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരുടെ വിലയേറിയ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.